നിങ്ങൾ ചെയ്യുന്ന ജോബിൽ നിങ്ങൾക്ക് ഒരു മടുപ്പുണ്ടാവും. ഇപ്പോൾ ജോബ് മാറാൻ തോന്നുന്നുണ്ട, എന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാം. നമ്മൾ ജോബ് തിരഞ്ഞെടുക്കുന്നതും പിന്നെ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനും കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒരു 4 ക്രൈറ്റീരിയ ഉണ്ട്. അത് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് സിറ്റുവേഷൻ വരുന്നത് വിൻ വിൻ. വിൻ വിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന ജോബിന് ഭയങ്കര താല്പര്യം, എന്നാൽ നല്ല കാശും കിട്ടും. അതാണ് ഈ ഷാറുഖ് ഖാൻ, ടെണ്ടുൽക്കർ, വ്ളോഗേഴ്സ് ഇവരൊക്കെ ചെയ്യുന്നത്. നല്ല താല്പര്യത്തോടെ ചെയ്യാനും പറ്റും, എന്നാൽ നല്ല കാശും കിട്ടും. അങ്ങനെ ഒരു ജോബാണെങ്കിൽ എന്തായാലും വിടേണ്ട, നേരെ കണ്ടിന്യൂ ചെയ്ത് വയ്ക്കും. രണ്ടാമത്തെ സിറ്റുവേഷൻ വരുന്നത് വിൻ ലോസ്. വിൻ ലോസ് എന്ന് വെച്ചാൽ നല്ല കാശ് കിട്ടും, പക്ഷെ ഞങ്ങൾക്ക് ചെയ്യുന്നതിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. അത് ഈ റെക്കമെൻഡേഷനിലും കയറി പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ നിങ്ങൾ അതി അവിടെ നിൽക്കണ്ട. കാരണം ആ കമ്പനിക്ക് എന്തായാലും പിന്നെ മനസ്സിലാവും നിങ്ങളെ കൊണ്ട് വലിയ കാര്യമില്ല. അതിൽ പെട്ടെന്ന് അവരെന്നെ ഒഴിവാക്കും. നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ മടുപ്പും ഒരു രസം ഉണ്ടാവില്ല. ഇതിങ്ങനെ വെറുതെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അത് ഒഴിവായിരിക്കും. മൂന്നാമത്തെ സിറ്റുവേഷൻ വരുന്നത് ലോസ് വിൻ. നിങ്ങൾക്ക് കാശ് കുറച്ച് കുറവായിരിക്കും, പക്ഷെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതെങ്ങനത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ക്രിയേറ്റീവ് ജോബ്സ് അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ അധികം കാശ് കിട്ടൂല, പക്ഷെ നല്ല താല്പര്യം ഉണ്ട്. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ് കൂടും, നിങ്ങളെ ടെക്നിക്സ് കൂടും. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പൈസക്ക് കൊത്തി കൊണ്ടുപോകാൻ ആൾക്കാർ വരും. അതാണ് നിങ്ങൾ എന്തായാലും കണ്ടിന്യൂ ചെയ്തോ. നാലാമത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ലോസ്. അതാണ് നിങ്ങൾ ചിന്തിക്കേ വേണ്ട, പെട്ടെന്ന് കളഞ്ഞോ. അതായത് കാശ് അധികം കിട്ടൂല, താല്പര്യം അധികം ഉണ്ടാവില്ല. അതിനിപ്പോൾ എക്സാമ്പിൾ എങ്ങനത്തെ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാശും ഉണ്ടാവില്ല എന്നാൽ മന്തിന്റെ നോക്കുമ്പോൾ അവർക്ക് കാര്യമായിട്ട് കാശും കയ്യിലുണ്ടാവില്ല, കുറെ പട്ടിപ്പണി എടുക്കുന്നുണ്ടാവും. അങ്ങനത്തെ നിങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കും. അപ്പൊ ഇപ്പൊ ഈ ജോബ് നോക്കുന്ന ആൾക്കാർ, ജോബ് റിസൈൻ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഈ 4 ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും. ശരിയല്ലേ?